സ്വകാര്യ ബസ്സുകളിലെ വിദ്യാർത്ഥി കൺസെഷൻ വർദ്ധിപ്പിക്കുന്നതിൽ സർക്കാർ ചർച്ച തുടങ്ങി. വിദ്യാർത്ഥി സംഘടനാ നേതാക്കളുമായാണ് ആദ്യ ചർച്ച. സർക്കാർ ഭാഗത്തു നിന്ന് ഗതാഗത കമ്മീഷണറും ഗതാഗത സെക്രട്ടറിയും ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. വിദ്യാർത്ഥി സംഘടനകളുമായുള്ള ചർച്ചയ്ക്ക് ശേഷം ബസ് ഉടമകളുമായി ചർച്ച നടത്തും. വിവരങ്ങൾ നൽകാൻ സനൂപ് ചേരുന്നുണ്ട്. സനൂപ്, എന്താണ് ഈ ബസ് ഉടമകളുടെ ആവശ്യം? ആ ആവശ്യത്തോട് സർക്കാർ അനുഭാവപൂർവ്വമാണോ പ്രതികരിക്കുന്നത്? നൌഫൽ, 22-ാം തീയതി മുതൽ അനിശ്ചിതകാല പണിമുടക്കിന് നേരത്തെ സ്വകാര്യ ബസ് ഉടമകൾ പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ 21-ാം തീയതി സർക്കാരുമായിട്ട് ചർച്ച നടത്തി അത് ഒഴിവാക്കിയിരുന്നു. പകരം ഈ വിദ്യാർത്ഥി കൺവെൻഷന്റെ കാര്യത്തിൽ ഗതാഗത സെക്രട്ടറിയും ഗതാഗത കമ്മീഷണറുമായിട്ട് ചർച്ച നടത്താമെന്നുള്ള ഒരു ധാരണയിലാണ് അന്ന് സമരം പിൻവലിക്കാൻ തീരുമാനിച്ചത്. വിദ്യാർത്ഥി സംഘടനകളുമായിട്ട് ചർച്ച നടത്തി അത് ഒരു സമവായത്തിൽ എത്തിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ചർച്ചയുടെ പ്രധാന അജണ്ട. ഈ വിദ്യാർത്ഥി കൺവെൻഷൻ വർദ്ധിപ്പിക്കണമെന്ന ആവശ്യത്തിൽ നേരത്തെ രവി രാമൻ കമ്മീഷനെ സർക്കാർ നിയോഗിക്കുകയും 2023-ൽ രവി രാമൻ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇന്നത്തെ ഈ ചർച്ച പുരോഗമിക്കുന്നത്. 1 രൂപയിൽ നിന്ന് വിദ്യാർത്ഥി കൺസെഷൻ 5 രൂപയായിട്ട് ഉയർത്തണമെന്നാണ് സ്വകാര്യ ബസ് ഉടമകളുടെ പ്രധാനപ്പെട്ട ആവശ്യം. പക്ഷേ അതിന് ഇതുവരെയായിട്ടും സർക്കാരും വഴങ്ങിയിട്ടില്ല. അതേപോലെ തന്നെ വിദ്യാർത്ഥി സംഘടനകളിൽ എല്ലാ കാലത്തും ഈ വിദ്യാർത്ഥി കൺസെഷൻ വർദ്ധിപ്പിക്കണമെന്നുള്ള ആവശ്യം ബസ് ഉടമകൾ ഉന്നയിക്കുന്നതാണ്. പക്ഷേ ഒരു കാലത്തും അത് നടപ്പിലാകാറില്ല. കാരണം ഭരണപക്ഷത്തുള്ള വിദ്യാർത്ഥി സംഘടന സമ്മതിച്ചാൽ പ്രതിപക്ഷത്തുള്ള വിദ്യാർത്ഥി സംഘടന ഒരിക്കലും സമ്മതിക്കില്ല എന്നറിയാം. അതുകൊണ്ട് തന്നെ ഇരുപക്ഷത്തുമുള്ള വിദ്യാർത്ഥി സംഘടനകളും ഇതിനോട് അനുകൂലമായി പ്രതികരിക്കാറില്ല. മറിച്ച് വളരെ ശക്തമായി അതിനെ എതിർക്കുകയാണ് ചെയ്യാറ്. അതുകൊണ്ട് തന്നെ ഇത്തവണയെങ്കിലും അതിനുള്ള സാധ്യത എത്രത്തോളമാണ് ഉള്ളത് ഈ ഉടമകളുടെ ആവശ്യത്തിൽ? നൗഫൽ, കഴിഞ്ഞ 14 വർഷമായി വിദ്യാർത്ഥി കൺസെഷൻ വർദ്ധിപ്പിച്ചിട്ട് ഇതിനിടയിൽ 2 തവണ 2 കമ്മീഷനെ വെച്ചുകൊണ്ട് സർക്കാർ റിപ്പോർട്ട് വെക്കുകയും ചെയ്തിരുന്നു. ആദ്യം രാമേന്ദ്രൻ കമ്മീഷനും പിന്നാലെയാണ് ഇപ്പോൾ രവി രാമൻ കമ്മീഷന്റെ റിപ്പോർട്ടും വന്നത്. പക്ഷേ ഈ 2 റിപ്പോർട്ടൊക്കെ വന്നെങ്കിൽ പോലും ഈ വിദ്യാർത്ഥി സംഘടനകളുടെ ഈ ഒരു എതിർപ്പ് അത് കാരണം തന്നെയാണ് വിദ്യാർത്ഥി കൺസെഷൻ വർദ്ധിപ്പിക്കാൻ കഴിയാതെ പോകുന്നത്. ഈ രവി രാമൻ കമ്മീഷൻ റിപ്പോർട്ടിൽ പോലും ഈ 5 കിലോമീറ്റർ വരെ വിദ്യാർത്ഥി കൺസെഷൻ 2 രൂപയായിരിക്കും, അതല്ലെങ്കിൽ 10 കിലോമീറ്റർ വരെ വിദ്യാർത്ഥി കൺസെഷൻ 3 രൂപയായിട്ട് ഉയർത്തുക അങ്ങനെ ഒരു ശുപാർശ രവി രാമൻ കമ്മീഷനിൽ വെച്ചിട്ടുണ്ട്. പക്ഷേ ഇത് അംഗീകരിക്കാൻ എന്തായാലും വിദ്യാർത്ഥി സംഘടനകൾ തയ്യാറാവില്ല എന്നുള്ള കാര്യമാണ്. പക്ഷേ എന്നാൽ പോലും ഒരു അനുനയ ശ്രമത്തിലൂടെ ആദ്യഘട്ടത്തിൽ ഗതാഗത സെക്രട്ടറിയും ഗതാഗത കമ്മീഷനും ചർച്ച നടത്തി പിന്നാലെ ഈ സർക്കാർ ഇടപെടുന്ന ഒരു സ്ഥിതിയിലേക്കായിരിക്കും ഒരുപക്ഷെ ഉദ്ദേശിക്കുന്നത്. കാരണം ഈ നിരന്തരമായിട്ട് ഈ പണിമുടക്കും അതുപോലെ തന്നെ സമരമൊക്കെ സ്വകാര്യ ബസ് ഉടമകൾ പ്രഖ്യാപിക്കുന്നതിന്റെ പ്രധാന ആവശ്യം ഈ വിദ്യാർത്ഥി കൺസെഷൻ വർദ്ധിപ്പിക്കണമെന്നുള്ള ആവശ്യം തന്നെയാണ്. ഇന്നത്തെ യോഗത്തിൽ ആദ്യം വിദ്യാർത്ഥി സംഘടനകളുമായിട്ട് ചർച്ച നടത്തിയ ശേഷം സ്വകാര്യ ബസ് ഉടമകളും ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. എന്തായാലും ഇന്നുകൊണ്ട് ഇതിലൊരു തീരുമാനമുണ്ടാവില്ല. ഇന്നത്തെ യോഗത്തിന്റെ പുരോഗതി അനുസരിച്ച് പിന്നാലെ ഗതാഗത മന്ത്രി കൂടി ചർച്ചയിൽ പങ്കെടുത്ത ശേഷമായിരിക്കും എന്തായാലും ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവുക. എന്തായാലും നിലവിൽ അനുകൂല തീരുമാനം ഉണ്ടായില്ലെങ്കിൽ സമരം പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ടോ? പിന്മാറിയിട്ടുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ എന്തായാലും 22-ാം തീയതി ഒരു പണിമുടക്ക് പ്രഖ്യാപിച്ചാണ്. പക്ഷേ അത് പിൻവലിക്കേണ്ടി വന്നു. തുടർ സമരം എന്തായാലും ഈ ചർച്ചയുടെ പുരോഗതി അനുസരിച്ചായിരിക്കും സ്വകാര്യ ബസ് ഉടമകളും പറയുക. എന്തായാലും ഈ പ്രബലരായിട്ടുള്ള 3 സംഘടനകൾ, ബസ് ഉടമകളുടെ പ്രബലരായിട്ടുള്ള 3 സംഘടനകളും ഈ വിദ്യാർത്ഥി കൺസെഷൻ വർദ്ധിപ്പിക്കുന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. അവരാണ് ഈ 22-ാം തീയതിയുള്ള പണിമുടക്കിന് നേരത്തെ ആഹ്വാനം ചെയ്തിരുന്നതും ഒരു സംഘടന മാത്രമായിരുന്നു അതിൽ നിന്ന് പിന്മാറിയത്. പക്ഷേ ഈ 3 പ്രബല സംഘടനകളും ഇങ്ങനെ ഒരേ ആവശ്യത്തിൽ നിൽക്കുമ്പോൾ എന്തായാലും ഇന്നത്തെ ചർച്ചയുടെ പുരോഗതി അനുസരിച്ച് അതിലൊരു തുടർ തീരുമാനം ഉണ്ടാവും. എന്തായാലും ഈ വ്യവസായം മുന്നോട്ട് പോകണമെങ്കിൽ വിദ്യാർത്ഥി കൺസെഷൻ 1 രൂപ എന്ന നിരക്കിൽ മുന്നോട്ട് പോകാൻ കാര്യം തന്നെയാണ് വർദ്ധിപ്പിക്കണമെന്നുള്ള ഉറച്ച ആവശ്യത്തിലാണ് ബസ് ഉടമകളുള്ളത്. അതിനോട് സർക്കാർ വഴങ്ങുമോ എന്നാണ് കണ്ടറിയേണ്ടത്. വിവരങ്ങളാണ് സനൂപ് നൽകിയത്.